കട്ടിലിൽ നിന്ന് വീണാണ് പരിക്കേറ്റത് എന്ന് വെഞ്ഞാറമൂട് കൂട്ടക്കൊല കേസിലെ പ്രതി അഫാന്റെ മാതാവ് ഷെമി മജിസ്ട്രേറ്റിന് മുന്നിലും മൊഴി നൽകി. കുടുംബത്തിന്റെ ഭീമമായ സാമ്പത്തിക ബാധ്യതയെപ്പറ്റി അറിയില്ല എന്നാണ് പ്രതിയുടെ പിതാവ് അബ്ദുൾ റഹീം മൊഴി നൽകിയിരിക്കുന്നത്. എലിവിഷം കഴിച്ചതിനെ തുടർന്ന് ചികിത്സയിലായിരുന്ന അഫാനെ മെഡിക്കൽ കോളേജിലെ പോലീസ് സെല്ലിലേക്ക് മാറ്റി. തന്റെ തലയ്ക്ക് പരിക്കേറ്റത് കട്ടിലിൽ നിന്ന് വീണതാണെന്ന മൊഴി മജിസ്ട്രേറ്റിന് മുന്നിലും അഫാന്റെ മാതാവ് ഷെമി ആവർത്തിക്കുകയാണ്. ബന്ധുക്കളോട് നേരത്തെ ഇക്കാര്യം പറഞ്ഞിരുന്നു. ആക്രമണത്തിന്റെ ആഘാതത്തിൽ ഓർത്തെടുക്കാൻ കഴിയാത്തതാണോ അതോ മകനെ സംരക്ഷിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായാണോ മാതാവിന്റെ മൊഴിയെന്ന കാര്യത്തിൽ വ്യക്തതയില്ല. കുടുംബത്തിന് 65 ലക്ഷം രൂപയുടെ ബാധ്യതയുണ്ടെന്ന കാര്യം നിഷേധിക്കുകയാണ് പിതാവ് റഹീം. 15 ലക്ഷത്തിന്റെ കടബാധ്യത മാത്രമാണ് തനിക്കറിയാവുന്നതെന്ന് റഹീം മൊഴി നൽകിയിരുന്നു. പെൺസുഹൃത്തിന്റെ മാല പണയപ്പെടുത്തിയിട്ടുണ്ടെന്നും അത് തിരിച്ചെടുക്കാൻ പണം വേണമെന്നും തന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതനുസരിച്ച് 60,000 രൂപ നൽകുകയും ചെയ്തെന്ന് റഹീം പറയുന്നു. എന്നാൽ കൊല്ലപ്പെട്ട ഫർസാനയുടെ സ്വർണ്ണമാല അഫാൻ എടുത്തു നൽകിയിട്ടില്ല. അഫാന്റെ മാതാവ് ഷെമി നടത്തിയ ചിട്ടി റഹീമിന്റെ സഹോദരൻ ലത്തീഫിന് കിട്ടിയെങ്കിലും പണം കൈമാറിയിരുന്നില്ല. ഇതേ ചൊല്ലി അഫാനും ലത്തീഫും വഴക്കുണ്ടായിരുന്നു. ഈ വൈരാഗ്യമാണ് ലത്തീഫിന്റെ കൊലയിലേക്ക് നയിച്ചത്. എന്നാൽ ലത്തീഫിന്റെ ഭാര്യയെ കൊലപ്പെടുത്താൻ ഉദ്ദേശമുണ്ടായിരുന്നില്ല. ലത്തീഫിന്റെ തലയ്ക്കടിച്ചപ്പോൾ നിലവിളിച്ചെത്തി ബഹളം വെച്ചതുകൊണ്ടാണ് സാജിദ ബീഗത്തെ ആക്രമിച്ചതെന്നാണ് അഫാൻ പോലീസിനോട് പറഞ്ഞത്. ആശുപത്രി സെല്ലിലുള്ള അഫാനെ നാളെ ജയിലിലേക്ക് മാറ്റും. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.